ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. നമ്മൾ മുമ്പൊരു ലക്കത്തിൽ നാഡീ ജ്യോതിഷത്തെക്കുറിച്ച് വളരെ വിശദമായി പറയുകയുണ്ടായി. അതിൽ നമ്മളെ എതിർത്തും അനുകൂലിച്ചും ഒട്ടേറെ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ചിലർ ചോദിച്ചതാണ് ഈ ഹസ്തരേഖ ശാസ്ത്രം, അതുപോലെ ഈ തത്തയെ കൊണ്ട് ചീട്ടടിപ്പിക്കൽ, ഇങ്ങനെയുള്ളൊരു സമ്പ്രദായം ഉണ്ടല്ലോ, ഇതിലൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ഉള്ളത്. അപ്പോൾ ഹരി ഇതെപ്പോഴെങ്കിലും പരീക്ഷ നോക്കിയിട്ടുണ്ടോ? തത്തയെ കൊണ്ട് ചീട്ടടിപ്പിക്കലോ അല്ലെങ്കിൽ ഹസ്തരേഖയൊക്കെ എന്താണ് ഹരിക്ക് അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം? ഞാൻ ഹസ്തരേഖയും തത്തയെ കൊണ്ട് ചീട്ടെടുപ്പിക്കലൊക്കെ തീർച്ചയായിട്ടും ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി, ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയൊക്കെ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. കാരണം ഒരു രസമാണ്, നമുക്ക് ഒത്തിരി മനസ്സിലാക്കാനുണ്ട്. നമുക്കറിയാം, പല ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ കുറച്ച് കുറഞ്ഞു, എന്നാലും മഹാക്ഷേത്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചോറ്റാനിക്കര പോലുള്ള അല്ലെങ്കിൽ പല ക്ഷേത്രങ്ങളിലും ഇപ്പോഴും എന്താ പറയുക, ധാരാളം കൈനോട്ടക്കാരുണ്ട്. കൈനോട്ടക്കാർ പിന്നെ പഴയ കാലത്തേക്കാണെങ്കിൽ ഇവിടെ മാർക്കറ്റിൽ കൂടെ നടക്കുമ്പോഴും ടൗണിലൊക്കെ ധാരാളം കാണാറുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ളവർ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കുറേ പാരമ്പര്യമായിട്ട് കുറേ കുടുംബങ്ങൾ ഇതിങ്ങനെ നടത്തി പോന്നിരുന്നതാണ്. ഇവർ പഠിക്കലൊന്നുമല്ല, ഇവർ കാരണവന്മാർ ചെയ്ത പോലെ തന്നെ അടുത്ത തലമുറയും ചെയ്യുന്നു. എന്തുമാത്രം പഠനം ഉണ്ടായിട്ടുണ്ടെന്നറിയില്ല. ഹസ്തരേഖ ഒരു ശാസ്ത്രമല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇതിലൊരു സയൻസ് ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ തമ്പ് എന്നുള്ളത് വളരെ യുണീക്കാണ്. ലോകത്ത് നമ്മുടെ ഒരു തമ്പ് പോലെ ലോകത്ത് വേറെ ആർക്കും തമ്പില്ല. അതുകൊണ്ടാണ് തമ്പ് ഇംപ്രഷൻ വളരെയധികം വാല്യൂ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ തമ്പിൻ്റെ വ്യത്യാസങ്ങളനുസരിച്ചിട്ട് ഇതൊരു വലിയ പഠനം ഒരു കാലത്ത് നടന്നിട്ടുണ്ടാവാം. അതിനെപ്പറ്റി പല പുസ്തകങ്ങളും ഉണ്ട്. ആ പുസ്തകങ്ങളിൽ ഇന്ന വ്യത്യാസങ്ങൾ വരുന്ന ആളുകൾക്ക് ഇന്ന പോലെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഹസ്തരേഖ പറയുന്ന നമ്മൾ കണ്ടിട്ടുള്ള ആളുകളൊക്കെ ചെയ്യുന്ന എന്താണെന്ന്, അവരെങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കാറ്? മോനെ വാ വാ ഇങ്ങോട്ട് വാ, മോനെ ഒരു പെൺകുട്ടി വളരെയധികം മോഹിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രായത്തിലുള്ളവർ കേൾക്കുമ്പോൾ, ആരാ ഇത്? വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ ഭാഗത്തുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ട്യൂബ് കത്തും. തെക്ക് പടിഞ്ഞാറേ ഭാഗത്താണെങ്കിൽ അവിടെയുള്ള കുട്ടി ഏതാണ്? ഇനി അത് പറയണമെങ്കിൽ ഒരു 50 രൂപ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആദ്യം 50 രൂപ കൊടുക്കും. 50 രൂപ കൊടുത്ത് കുറച്ചങ്ങോട്ട് കയറി കഴിയുമ്പോൾ ആ കുട്ടിക്ക് വേറെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനത്തെ എവിടെയെങ്കിലും കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഒരു 50 റുപ്യ ഇങ്ങനെ മേടിക്കും. എന്നിട്ട് വരുന്നുണ്ട് വീണ്ടും അതിനെ സൂപ്പിച്ച് കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ സൈക്കോളജി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അവരെ എന്താ പറയുക, അവരെ ഇത് ചെയ്ത് പോകുന്ന ധാരാളമായിട്ടുള്ള കൈനോട്ടക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല സിനിമകളും ഭയങ്കര കോമഡി ആയിട്ടാണല്ലോ ഈ യഥാർത്ഥ ജീവിതത്തിലും പലപ്പോഴും ഇതിനെ കോമഡി ആയിട്ട് തന്നെ നമുക്ക് കാണേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇതിനെ വളരെ ഗൗരവമായിട്ട് കാണുന്ന നല്ല ജ്ഞാനമുള്ളവർ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ റോഡ് സൈഡിൽ കാണുന്ന അല്ലെങ്കിൽ സാധാരണ ആളുകൾക്ക് അത്രയും വിജ്ഞാനമൊന്നും ഈ വിഷയത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവർ അവിടെ ഇവിടെയും പഠിച്ചതും അല്ലെങ്കിൽ അവരുപയോഗിച്ചിട്ടുള്ള സൈക്കോളജി ഒരു കാര്യം കൃത്യമാണ്. കൈ നോക്കാൻ വരുന്നവന് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ജ്യോത്സ്യത്തിന് നമ്മൾ പ്രശ്നം വയ്ക്കാൻ പോവുക എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അവനൊരാഗ്രഹമുണ്ട്, മോഹമുണ്ട്, ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന് ഒരു സ്വാഭാവികമായിട്ട് ഓരോ ഏജിനനുസരിച്ചിട്ട് കുറേ ആളുകൾക്ക് കണ്ടാൽ തന്നെ നമുക്ക് അവരുടെ പ്രശ്നം നമുക്ക് മനസ്സിലാവും. അതിനകത്ത് ഇവർ പറയുന്ന എവിടെയെങ്കിലും ഒരെണ്ണം കൊണ്ടാൽ വിശ്വാസമായി, അതിനനുസരിച്ച് അവർ ചെയ്യും. അതോടൊപ്പം തന്നെ എന്താ പറയുക, തത്തയെ കൊണ്ട് ചീട്ടെടുപ്പിക്കുക. തത്തയെ കെട്ടിയിട്ടിരിക്കുന്ന തത്തയെ അഴിച്ചു വിടുന്നു. നിരത്തി വച്ചിരിക്കുന്ന കുറേ ഫോട്ടോകൾ ഒരെണ്ണം എടുക്കുന്നു. തത്തയുടെ ഈ പറഞ്ഞ പോലെ തത്തയ്ക്ക് ഇതെടുക്കാൻ അതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനിഷ്ടമുള്ളൊരു ഇതെടുക്കും. അത് ഏതെടുത്താലും ഇപ്പോൾ എന്താ വിരോധം? കാരണം ഒന്ന് ശ്രീകൃഷ്ണ പടം, അല്ലെങ്കിൽ ഒന്ന് ഹനുമാൻ്റെ പടം, ഒന്നല്ലെങ്കിൽ ശ്രീരാമൻ്റെ പടം, ഇങ്ങനെ കുറേ ഈശ്വരന്മാരുടെ പടമുണ്ട്. ബാക്കി സ്റ്റോറി മുഴുവൻ അതിൻ്റെ ഉള്ളിൽ ഇവരുടെ മനസ്സിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറിയെ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള സ്റ്റോറി ഉണ്ടാക്കണം? ശ്രീകൃഷ്ണൻ്റെ ഇത് കാണുമ്പോൾ ഒരു 18 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് 25 വയസ്സുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ 20 വയസ്സുള്ളൊരു ആൺകുട്ടികളാണ് പറയുമെങ്കിൽ, ശ്രീകൃഷ്ണൻ്റെ സ്വഭാവമാണ്. ഒത്തിരി രാധമാർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവന് കിട്ടുന്ന ഒരു ഊർജ്ജം എത്ര വലുതായിരിക്കും. അപ്പോൾ ആളും തരവും നോക്കിയാണ് ഇത് ഒരു പെൺകുട്ടിയാണ് വന്ന് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നതെങ്കിൽ, ഒരു നല്ല ശ്രീകൃഷ്ണൻ കുട്ടിയെ തന്നെ മനസ്സിൽ വിചാരിച്ചിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ കുട്ടി ഹാപ്പിയാവും. അപ്പോൾ ആരോട് എങ്ങനെ പറയണമെന്ന് ഇവർക്ക് കൃത്യമായിട്ടറിയാം. ഇതിനകത്ത് തീർച്ചയായിട്ടും കേൾക്കുന്ന ആൾക്കൊരു സന്തോഷമുണ്ട്, കേൾക്കുന്ന ആൾക്ക് ആ ഒരു മനസ്സുഖം കിട്ടുന്നുണ്ട്. ആ മനസ്സുഖത്തിന് അവർ കൊടുക്കുന്ന ദക്ഷിണയ്ക്ക് നമ്മൾ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതൊന്നും ഒരു വലിയ മഹാപാപമായിട്ടൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ശാസ്ത്രം എന്നുള്ളത് ഒരു ഭാഗത്ത് തീർച്ചയായിട്ടും ഉണ്ട്. ജ്യോതിഷം വരെ, അതായത് പ്രശ്നം വയ്ക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ കവടി നിരത്തി പ്രശ്നം വെച്ച് എടുത്തു കഴിയുമ്പോൾ അവസാനം അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംഖ്യയുടെ പുറത്താണ് അത് തുടങ്ങുന്നത്. ഒരു സംഖ്യയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തും ഒരു ബിഗിനിങ്ങിന് വേണ്ടി അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ജ്യോത്സ്യത്തിനെ
പല ആംഗിൾസും ചെയ്തിട്ടുണ്ടാവുക. ഒന്നും തെറ്റല്ല, പക്ഷേ വേറുന്നുണ്ട് ഇത് പല കാര്യങ്ങളും വേറുന്നുണ്ട്. നമുക്കൊരു ചെറിയ സന്തോഷത്തിന് വേണ്ടിയാണെങ്കിൽ അതുകൊണ്ട് ചെറിയ കുറച്ച് ആൾക്കാർ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള വഴിക്ക് തന്നെ നടക്കട്ടെ. അവരെ കുറ്റം പറയുക എന്നുള്ളത് വേണ്ട. പക്ഷേ ഇതൊന്നും അല്ല ലൈഫ് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുക തന്നെ വേണം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എന്തോ നിയമപ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നത്, തത്തയെ കൂട്ടിലടച്ചുകൊണ്ട് നടത്തി ഈ ചീട്ടടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അധികം ഇപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കാണാത്തതെന്ന് തോന്നുന്നു. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.